ഹായ്, നിങ്ങൾക്ക് നമസ്കാരം. നല്ലൊരു ഓണാശംസ നേരുന്നുകൊണ്ട് നമ്മുടെ റീഡിങ് നോക്കിയാലോ ഇന്ന്. നമുക്ക് ഓണക്കാലം കഴിഞ്ഞ് നിങ്ങളിലേക്ക് വരുന്ന അനുഗ്രഹങ്ങൾ എന്തെല്ലാം, നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നതാണ് നമ്മൾ നോക്കുന്നത്. എല്ലാവർക്കും നല്ലൊരു ഓണാശംസ നേരുന്നു. നമുക്ക് ഇവിടെ നിന്നും കാണാൻ കഴിയുന്നത്, ഈ ഓണക്കാലം കഴിഞ്ഞ് വരുമ്പോൾ നിങ്ങൾക്ക് നിലവിലെ സാഹചര്യത്തിൽ നിങ്ങൾ ഇപ്പോൾ തൃപ്തനാണെങ്കിലും അതിനും അപ്പുറം എന്തോ വലിയ കാര്യം നിങ്ങൾക്ക് ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാകുന്നതായിട്ട് കാണുന്നു. നിങ്ങൾ അതിനുവേണ്ടി ആലോചനകളും മറ്റും നടത്തുകയും ചില യാത്രകൾ പോകാൻ സാധ്യതയുള്ളതായിട്ടും കാണുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ ഘട്ടമാണ് ഇപ്പോൾ ഇനി ആരംഭിക്കാൻ പോകുന്നത്. ഒരു പുതിയ പ്രോജക്റ്റ് വർക്ക് നിങ്ങളിലേക്ക് എത്താനുള്ള സാധ്യത കാണുന്നു. അതുപോലെ തന്നെ നല്ലൊരു ജോലി സാധ്യത കാണുന്നു. ജോലി ഉണ്ടായിരുന്നവർക്ക് നല്ല ഒരു മാറ്റം, അല്ലെങ്കിൽ അതിൽ നല്ലൊരു മികച്ച തരത്തിൽ നിങ്ങൾക്കിനി പോകാൻ കഴിയുന്നതായിട്ട് കാണുന്നു. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു പുതിയ ബന്ധം ഉണ്ടാകാൻ വഴിയുള്ളതായിട്ട് കാണുന്നു. നിങ്ങളുടെ ഇമോഷണൽ പരമായിട്ടുള്ള ഒരു സന്തോഷാവസ്ഥയിലോട്ടാണ് നിങ്ങൾ ഇനി കിടക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ എന്തോ കാര്യത്തിന് വേണ്ടി നിങ്ങൾ പോരാടിക്കൊണ്ടിരുന്നതായി കാണുന്നു. നിങ്ങൾക്ക് അതിന് നീതി ലഭിക്കുന്നതാണ്. നിങ്ങൾ ചെയ്ത നല്ല പ്രവൃത്തികൾക്ക് നിങ്ങൾക്ക് അംഗീകാരം ലഭിക്കുന്നതായി കാണുന്നു. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ സന്തോഷ വാർത്ത ഉണ്ടാകുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്കൊരു പുതിയ പ്രണയ സാധ്യത കൂടി നിങ്ങളുടെ ലൈഫിൽ കാണുന്നു. അത് നിങ്ങളുടെ ഫാമിലിയിൽ നല്ല ബോണ്ടിങ്ങും വളരെ ഡീപ്പായിട്ടുള്ള കണക്ഷനും നിങ്ങളിൽ ഉണ്ടാകുന്നതാണ്. നിങ്ങൾ ഇതുവരെ ചെയ്ത കഠിനാധ്വാനത്തിൻ്റെ ഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാനുള്ള സമയമാണ് ഇപ്പോൾ. ഒരുപക്ഷെ നിങ്ങൾ പ്രതീക്ഷിച്ച പോലെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നില്ല എന്നൊരു തോന്നൽ ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകും. എന്നാൽ നിങ്ങളതിന് നിരാശപ്പെടേണ്ട ഒരു കാര്യമില്ല. നിങ്ങൾ കുറച്ച് ക്ഷമയോടുകൂടെ കാത്തിരുന്നാൽ നിങ്ങൾ പ്രയത്നിച്ചതിൻ്റെ ഫലം നിങ്ങൾക്ക് നല്ല രീതിയിൽ ലഭിക്കുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട മാറ്റത്തെ ആണ് ഇതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് വരാൻ പോകുന്നത്. ഈ മാറ്റം ചിലപ്പോൾ നിങ്ങൾക്ക് അപ്രതീക്ഷിതവും ചിലപ്പോൾ നിങ്ങൾക്കത് വളരെയധികം ബുദ്ധിമുട്ടുള്ളതും ആകും. എന്നാൽ ഈ വെല്ലുവിളി നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങൾ നേരിടുകയും അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു പുതിയ പാഠം പഠിക്കാനുള്ള ശക്തിയും അതിനുള്ളൊരു അവസരവുമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന പഴയ തടസ്സങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറുകയും ഒരു സുരക്ഷിതമല്ലാതിരുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുപോകുന്നൊരവസ്ഥ ഉണ്ടാകുന്നു. ആ ഒരു തരത്തിലുള്ള നിങ്ങളുടെ ജീവിതത്തിൽ സുരക്ഷിതത്വമില്ലാതിരുന്ന എന്തൊക്കെ കാര്യങ്ങളാണോ ആ ഒരു അവസ്ഥയിൽ നിന്നെല്ലാം നിങ്ങൾ വിട്ടുവരുന്ന ഒരു കാര്യമാണ് കാണുന്നത്. അതുപോലെ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അവസ്ഥ ഒരു ഷോക്കായിട്ട് തോന്നാമെങ്കിലും അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നല്ലൊരു വളർച്ചയ്ക്ക് വേണ്ടി ഉള്ളതാണ് ഇതെന്ന് കരുതിയാൽ മതി.
നിങ്ങൾക്ക് ഈ മാറ്റം ഉണ്ടാകുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു പുതിയ തുടക്കത്തിനുള്ള അവസരമാണ് നിങ്ങൾക്ക് ഉണ്ടാകുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ലേഡിയുടെ പ്രധാന റോൾ കാണുന്നു. എന്തോ ഒരു പ്രധാനപ്പെട്ട കാര്യം ഒരു സ്ത്രീയുടെ സാന്നിധ്യത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നതായിട്ട് കാണുന്നു. അത് അതേസമയം തന്നെ നിങ്ങൾക്ക് ചുറ്റുപാടുള്ള ആളുകളെ സഹായിക്കാനും പിന്തുണയ്ക്കാനും കഴിയുന്നൊരു സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ധനസമൃദ്ധി, കുടുംബത്തിൽ നല്ല സുരക്ഷിതത്വം കിട്ടുന്ന ഒരു സമയമാണ് ഇനി മുന്നോട്ട് ഉള്ളത്. ഈ ഓണക്കാലം നിങ്ങൾക്ക് കുടുംബത്തോടൊപ്പം സന്തോഷത്തോടെ ആഘോഷിക്കാനും സാമ്പത്തിക കാര്യങ്ങളിൽ സ്ഥിരത നേടാനും സാധ്യതയുള്ളതായിട്ട് കാണുന്നു. ഈ ഓണക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളും ഉണ്ടാക്കുകയും അതിനോടൊപ്പം വെല്ലുവിളികളും നിങ്ങൾക്ക് നൽകുന്നുണ്ട്. എന്നാലും ഈ മാറ്റങ്ങൾക്കൊടുവിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും കൈവരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നാണ് നമുക്കതിൽ നിന്ന് കാണാൻ കഴിയുന്നത്. നമുക്കിതിൻ്റെ രാശി പറയുകയാണെന്നുണ്ടെങ്കിൽ മേടൻ രാശി, ചിങ്ങൻ രാശി, ധനുരാശി, തുലാം രാശി, വൃശ്ചികൻ രാശി, കർക്കിടകൻ രാശി, മീനൻ രാശി, ഇടവൻ രാശി, കന്നിരാശി, മകരൻ രാശി എന്നിവ ആണ് നമുക്കിവിടുന്ന് കാണാൻ കഴിയുന്നത്. എല്ലാവർക്കും നല്ലൊരു ഓണം നേർന്നുകൊണ്ട്, ഓണാശംസകൾ നേർന്നുകൊണ്ട്, താങ്ക് യു.